ഓം മിത്രായ നമഃ. ഓം രവേ നമഃ. ഓം സൂര്യായ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഖഗായ നമഃ. ഓം പൂഷ്ണേ നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം മരീചയേ നമഃ. ഓം ആദിത്യായ നമഃ. ഓം സവിത്രേ നമഃ. ഓം അർക്കായ നമഃ. ഓം ഭാസ്കരായ നമഃ. ഓം ശ്രീ സവിത്രസൂര്യനാരായണായ നമഃ. വന്ദനം. വന്ദനം. ഞങ്ങൾ കുറച്ച് ദൂരെന്ന് വരികയാണ്. കൈലാസനാഥ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയാണ് നാം. സന്തോഷം. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശ്യം? രാജകൽപ്പന പ്രകാരം ശിവലിംഗ പ്രതിഷ്ഠ എടുത്തുമാറ്റി ക്ഷേത്രം അടച്ചുപൂട്ടി ഭടന്മാർ ഞങ്ങളെ പുറത്താക്കി. കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ശിവലിംഗവുമായി രാജ്യം വിട്ടുപോയി. ജന്മഭൂമി ഉപേക്ഷിച്ചു പോവാൻ ഞങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എങ്ങും പോകാനൊരിടമില്ലാതെ ഇതുവരെ അലയുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഇവിടെ നിന്നും ശൈവമന്ത്രങ്ങൾ ഉയരുന്നത് കേട്ടത്. അങ്ങനെ ഞങ്ങൾ ആ മന്ത്രാക്ഷരധ്വനി പിന്തുടർന്ന് ഇവിടെ എത്തിയതാണ്. വിളംബരമറിയിച്ച് ഭടന്മാർ ഇവിടെയും എത്തിയിരുന്നു. ഇനിയും എത്ര നാൾ ഇവിടെ ശൈവരായി കഴിയാൻ സാധിക്കുമെന്നറിയില്ല. എല്ലാം ഭഗവാൻ നിശ്ചയിക്കട്ടെ. എന്തായാലും അതുവരെ ഉള്ള സൗകര്യത്തിൽ ഈ ആശ്രമത്തിൽ നിങ്ങൾക്കും തങ്ങാം. ഞങ്ങൾക്ക് അഭയം തന്നു എന്ന് ഉപേന്ദ്ര പെരുമാൾ അറിഞ്ഞാൽ അങ്ങയെ കൂടി ശിക്ഷിക്കില്ലേ? നിങ്ങൾക്ക് അഭയം തന്നാലും ഇല്ലെങ്കിലും രാജകോപം എനിക്ക് നേരെയും ഉണ്ടാകും. കാരണം രാജകൽപ്പന അനുസരിക്കാൻ ഞാനും ബാധ്യസ്ഥനാണല്ലോ. അപ്പോ അറിഞ്ഞുകൊണ്ട് രാജശിക്ഷ ഏറ്റുവാങ്ങാൻ അങ്ങ് തയ്യാറെടുക്കുകയാണോ? ഒരിക്കലുമല്ല. പക്ഷേ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അത് ഏതൊരാൾക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. അത് നിഷേധിക്കാൻ ഒരു ഭരണാധികാരിക്കും അവകാശമില്ല. അങ്ങനെയുള്ള ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. വരുന്ന കൃഷ്ണപക്ഷ ചതുർദശി നാള് ശിവരാത്രിയാണ്. കാളകൂടം കണ്ടത്തിൽ ആവാഹിച്ച വിശ്വനാഥനെ മൂവുലകും ഉറക്കമിളച്ച് ഭജിച്ച് പരിപാലിച്ച ദിനം. അതെ, ആ സുദിനത്തിൽ നമുക്കെല്ലാ പേർക്കും ഒരുമിച്ചിരുന്ന് ഉപേന്ദ്ര പെരുമാളെന്ന കാളകൂട വിഷസർപ്പത്തെ നന്മയിലേക്ക് നയിക്കണമെന്ന് ശ്രീപരമേശ്വരനോട് പ്രാർത്ഥിക്കാം. ഭഗവാനെ ശ്രീപരമേശ്വര, കൈലാസനാഥ, മഹാദേവ, കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ആരാണയാൾ? രാജകൽപ്പന ധിക്കരിച്ച് ആ ശൈവന്മാർക്ക് അഭയം നൽകാൻ ധൈര്യം കാട്ടിയ ആ ധിക്കാരി. എന്താണ് അവന്റെ നാമം? സത്യപൂർണ്ണ മഹർഷി. മഹർഷിയോ? അതേ തിരുമനസേ, സദാ നേരവും ശിവനാമം ഉരുവിട്ട് കാലം കഴിക്കുന്ന ഒരു ശൈവ സന്യാസി. തപോബലം കൊണ്ട് വരദാനമായി ലഭിച്ച 2 പെൺകുട്ടികളുടെ പിതാവ്. ദേവർകുന്നിൽ ആശ്രമം കിട്ടി ശിഷ്യരുമൊത്ത് വസിക്കുന്നു. നമ്മെ ധിക്കരിക്കുന്നവർക്ക് അഭയം നൽകി ആശ്രമം ഒരു സങ്കേത ഭൂമിയാക്കുകയാണോ അയാളുടെ ലക്ഷ്യം? തെറ്റു ചെയ്യുന്നവർക്ക് അഭയം നൽകുന്നവർക്കാണ് കൂടുതൽ ശിക്ഷ ലഭിക്കേണ്ടത്. ശൈവ സമൂഹം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സത്യപൂർണ്ണ മഹർഷി. അതുകൊണ്ട് രാജകൽപ്പന നിരസിക്കണമെന്നുണ്ടോ? അവരുടെ പിൻബലത്തിലായിരിക്കാം അയാൾ ഈ വിധം പ്രവർത്തിക്കുന്നത്. ശിഥിലമാകുന്ന ശൈവരെ തത്വങ്ങൾ പറഞ്ഞ് സംഘടിപ്പിക്കുകയാണ് അയാൾ. അത് അപകടമാണ്. അവരുടെ സംഘബലം നമ്മുടെ താല്പര്യങ്ങളെയും നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. ഈ രാജ്യത്ത് അങ്ങനെ ഒരു സംഘടിത ശക്തി ഉടലെടുക്കാൻ പാടില്ല. അങ്ങയുടെയും ഈ രാജ്യത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വൈഷ്ണവ മഹത്വങ്ങൾ പ്രജാമനസ്സുകളിൽ എത്തിക്കാനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊള്ളാം. നല്ലത്. എത്രയും വേഗം സത്യപൂർണ്ണനെ നമ്മുടെ മുന്നിൽ ഹാജരാക്കണം. കൽപ്പന പോലെ. പ്രദോഷവ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൃഷ്ണപക്ഷ ശനിവാര പ്രദോഷത്തിനാണ്. തലേന്ന് ഒരിക്കലെടുത്ത് അന്ന് ഉപവാസമനുഷ്ഠിച്ച് ശിവപൂജ ചെയ്താൽ ജന്മജന്മാന്തരങ്ങളിലുള്ള ബ്രഹ്മഹത്യ പാപമടക്കമുള്ള സകല പാപശാപങ്ങളും അകന്ന് ശിവലോകം ലഭ്യമാവുന്നതാണ്. ശംഭു എവിടെ പോയിരുന്നു? ഞാൻ കിഴക്കേമലയുടെ അടിവാരം വരെ പോയതാണ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചോരത്തിളപ്പുള്ള കുറെ ചെറുപ്പക്കാർ ഒത്തുകൂടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാന്ന് കരുതി. രാജഭടന്മാർ അറിഞ്ഞാൽ തല്ലിച്ചതച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോവുമായിരിക്കും. മനസ്സ് മരവിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ? എന്റെ മനസ്സ് നിറയെ പകയാണ്. ഉപേന്ദ്ര പെരുമാൾ
ശൈവരോട് കാണിക്കുന്ന നീച പ്രവൃത്തികൾക്കെതിരെയുള്ള അടങ്ങാത്ത പക. ഞാൻ വളരെ ഗൗരവമേറിയൊരു കാര്യം അറിഞ്ഞു. അതാ വേഗം ഇങ്ങെത്തിയത്. ഏത് നിമിഷവും രാജഭടന്മാർ ഇവിടെ എത്തും. ശൈവാരാധന നടത്തുന്ന എല്ലാവരെയും തടവിലാക്കും. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? ഞാൻ എങ്ങോട്ടുമില്ല. സദാശിവൻ കുടികൊള്ളുന്ന ഈ ആശ്രമം വിട്ടു പോവുകയോ? ശിരസ് ഛേദിക്കുന്നെങ്കിൽ ഛേദിച്ചോട്ടെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എനിക്കാകെ ഭയമാകുന്നു. ഇതെന്തൊരു പരീക്ഷണമാണ് ഭഗവാനെ. ഭയക്കരുത്. ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടിയാൽ എന്നേക്കുമായി എല്ലാം നഷ്ടപ്പെടും. സർവവും നശ്വരമെന്ന് ഓരോ മാത്രയിലും ഓർമ്മപ്പെടുത്തുന്ന ഈ വിഭൂതി പിന്നെ നിങ്ങൾ എങ്ങനെ ചാർത്തും? ശ്രീരുദ്രന്റെ നേത്രങ്ങളിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ തുള്ളികളെ ഓർമ്മപ്പെടുത്തുന്ന ഈ രുദ്രാക്ഷം നിങ്ങൾ എങ്ങനെ അണിയും? സർവവും ഭഗവാന്റേത് മാത്രമാണെന്നുള്ള സത്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം എങ്ങനെ ഉരുവിടും? അതുകൊണ്ട് ഭയന്നോടുകയല്ല വേണ്ടത്, ഒന്നിച്ചു നിന്ന് പോരാടണം. സത്യപൂർണ്ണ മഹർഷിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ. മഹാരാജാവിനെ മുഖം കാണിക്കാൻ കൽപ്പനയുണ്ട്. ആശങ്കപ്പെടാനൊന്നുമില്ല. തിരുമനസ്സൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നാം അനുസരിച്ചേ മതിയാകൂ. എന്റെ ഭഗവാനെ, മഹാദേവ, ഞങ്ങൾ കാരണം സത്യപൂർണ്ണ മഹർഷിക്കും വിഷമാവസ്ഥയുണ്ടായല്ലോ. മഹർഷേ, ഞങ്ങൾ ഈ നിമിഷം ഈ ആശ്രമം ഉപേക്ഷിച്ച് രാജ്യാതിർത്തി കടന്നു പൊയ്ക്കൊള്ളാം. തൽക്കാലം ആരും എവിടെയും പോകണ്ട. നാം ആദ്യം മഹാരാജാവിനെ കണ്ടിട്ട് വരട്ടെ. സംസാരിച്ച് നേരം പാഴാക്കാൻ നമുക്ക് സമയമില്ല. വരൂ. പിതാവേ, ഞങ്ങളും വരട്ടെ? വേണ്ട മക്കളെ, ഞാൻ മടങ്ങി വരുന്നതുവരെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊള്ളണം. ആയിക്കോട്ടെ, വരൂ. വന്ദനം മഹാരാജൻ. സ്വായത്തമാക്കിയ ആത്മീയതയുടെ സ്വാത്വിക ഭാവം കണ്ണുകളിൽ, ഹഠയോഗിയുടെ ലക്ഷണം ശരീരത്തിൽ. ഏതു വേദപ്രമാണങ്ങളിൽ നിന്നുമാണ് മഹർഷേ രാജനിന്ദ എന്ന പാഠം അങ്ങ് പഠിച്ചത്? മഹാരാജാവേ, നാം രാജനിന്ദ നടത്തിയിട്ടില്ല. അസത്യവാക്കുകൾ ഉരിയാടാതിരിക്കും മഹർഷേ. നാം നാട് കടത്താൻ ആജ്ഞാപിച്ച ശൈവ സന്യാസിമാർക്ക് നിങ്ങൾ അഭയം നൽകില്ലേ? നാം നിരോധിച്ച ശൈവപൂജ നിങ്ങൾ നിങ്ങളുടെ പർണാശ്രമത്തിൽ നിർബാധം തുടരുന്നില്ലേ? ശൈവവേദ പാഠങ്ങൾ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്നില്ലേ? ഇതൊക്കെ രാജനിന്ദയല്ലാതെ മറ്റെന്താണ് മഹർഷേ? മഹാരാജൻ, അർഹിക്കുന്നതിനേക്കാളും ബഹുമാനത്തിൽ അങ്ങ് എന്നോട് സംസാരിക്കുന്നതിൽ ഏറെ വിനയത്തോടെ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. ഈ ബഹുമാനവും ആദരവും താങ്കൾക്ക് എപ്പോഴും ലഭിക്കണമെന്നില്ല. അതെ മഹർഷേ, നാം സംയമനം പാലിക്കുന്നതും അങ്ങേ ബഹുമാനിക്കുന്നതും അങ്ങൊരു ശ്രേഷ്ഠ സന്യാസി ആയതുകൊണ്ട് മാത്രമാണ്. അങ്ങേപ്പോലൊരു താപസ ശ്രേഷ്ഠൻ എൻ്റെ വൈഷ്ണവ വംശത്തിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് നാം ആഗ്രഹിച്ചു പോവുകയും ചെയ്യുന്നു. നന്ദിയുണ്ട് മഹാരാജൻ അങ്ങയുടെ വാക്കുകൾക്ക്. ഇത്രയും ശ്രേഷ്ഠമായി സംസാരിക്കുന്ന അങ്ങയുടെ ചിന്തകൾക്ക്. എന്താണ് മഹാരാജൻ ഇങ്ങനെയൊരു വംശീയാഗ്നി പടർന്നു പിടിച്ചത്? അത് സ്വാർത്ഥതയല്ലേ? അതെ, സ്വാർത്ഥതയാണ്. ഒരു രാജാവിൻ്റെ സ്വാർത്ഥത. ഏതൊരു ഭരണാധികാരിയും തൻ്റെ ഭരണകാലം ചിരസ്മരണീയമാക്കാൻ ചിന്തിക്കും. നാമും അതുതന്നെയാണ് ചിന്തിക്കുന്നത്. സമ്പൂർണമായും വൈഷ്ണവർ മാത്രമടങ്ങിയ രാജ്യവും രാജാവും. അതാണ് നമ്മുടെ ആഗ്രഹവും സ്വപ്നവും. അത് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന ധാർഷ്ട്യമാണ്. നിർത്തുക. നിങ്ങളുടെ പാഠങ്ങളുടെയും പാഠഭേദങ്ങളുടെയും അർത്ഥവ്യത്യാസം കേട്ടു പഠിക്കാനല്ല മഹാരാജൻ വിളിപ്പിച്ചത്.
ചിലത് ധരിപ്പിക്കാനാണ്, ചിലത് അനുസരിപ്പിക്കാനും. നിങ്ങളിപ്പോ അഭയം നൽകിയിരിക്കുന്ന ശൈവ സന്യാസിമാരെ ഈ നിമിഷം അവിടെ നിന്ന് പറഞ്ഞുവിടണം. കുട്ടികളെ ഇനി മുതൽ ശൈവ പാഠങ്ങൾ പഠിപ്പിക്കരുത്. തേവർമലയിലെ നിങ്ങളുടെ പർണശാല പൊളിച്ചു മാറ്റുകയും ശൈവാശിഷ്ടങ്ങൾ ഒന്നും ശേഷിപ്പിക്കാതെയും അവിടം വിട്ടു പോവുകയും വേണം. ഓം നമ ശിവായ. ഓം നമ ശിവായ. മഹർഷേ, നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ശിവനാമം ഉരുവിടുന്നത് നമ്മെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണോ? ഇപ്പോഴും നാം സൗമ്യ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നതിന്റെ കാരണം ആരെയും ശിക്ഷിക്കണമെന്ന് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ താല്പര്യം അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. മഹാരാജൻ, മറുവാക്കുകൾ വേണ്ട. നമ്മുടെ ആജ്ഞകൾ ധിക്കരിച്ച് അങ്ങയുടെ പുത്രിമാരെ അനാഥരാക്കിയും വേണ്ട. നമ്മുടെ വാക്കുകളുടെ പൊരുൾ മനസ്സിലാകുമല്ലോ. അങ്ങേക്ക് പോകാം. ഓം ശ്രീനിവാസായ നമ. ഓം യജ്ഞഭോക്തേ നമ. ഓം സുഖപ്രദായ നമ. ഓം യജ്ഞേശ്വരായ നമ. ഓം രാവണരായ നമ. ഓം പ്രലംബജ്ഞായ നമ. ഓം അക്ഷയായ നമ. ഓം അവ്യായ നമ. ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ 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 ഹരേ നാരായണ. നാരായണ. മന്ത്രി മുഖ്യരെ, മഹാരാജൻ, നാം ഈ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തിന്റെയും ശൈവശാക്തേയ ക്ഷേത്രങ്ങൾ തച്ചുടച്ച് വിജയം വരിച്ചതിന്റെയും സ്മരണാർത്ഥം കാലങ്ങൾ പിന്നിട്ടാലും പുകൾ മങ്ങാതെ പരമാത്മാവിന്റെ വിരാട് രൂപ സമാനമായ ഒരു ബൃഹത് ക്ഷേത്രം ഇവിടെ തലസ്ഥാന നഗരിയിൽ നിർമ്മിക്കാൻ നാം ആഗ്രഹിക്കുന്നു. മഹാരാജൻ, അവിടുന്ന് നിർമ്മിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമായ ആദിനാരായണ ക്ഷേത്രത്തിന്റെ ശക്തി ചൈതന്യത്താലും ഭഗവാന്റെ കൃപാകടാക്ഷത്താലും ഈ രാജ്യം ഭൂലോക വൈകുണ്ഠമായി കീർത്തിപ്പെടട്ടെ. വൈഷ്ണവ തിലകം വലുപ്പത്തിൽ വരച്ചിട്ട 7 മതിൽക്കെട്ടിനുള്ളിലാവണം ക്ഷേത്രം. 7 പ്രകാരങ്ങളും ഉണ്ടാവണം. ക്ഷേത്രത്തിനുള്ളിൽ കൊത്തുപണികളാൽ അലങ്കൃതമായ കൽത്തൂണുകൾ നിറഞ്ഞ മണ്ഡപങ്ങളും ശിരസുയർത്തി നിൽക്കുന്ന രാജഗോപുരം ഉൾപ്പെടെ 21 ഗോപുരങ്ങളും നിർമ്മിക്കണം. അനന്തശായിയായ അനന്തനാരായണനാവണം പ്രതിഷ്ഠ. ക്ഷേത്ര നിർമ്മാണം ക്ഷണത്തിൽ ആരംഭിക്കണം. ഉത്തരവ് പോലെ പ്രഭു. രാജ്യത്തെ വൈഷ്ണവർക്ക് അതൊരു അത്ഭുത കാഴ്ചയാകണം. രാജഗുരു, സ്ഥാനനിർണയത്തിനും ശിലാന്യാസത്തിനും ഉത്തമമായ ഒരു മുഹൂർത്തം എത്രയും വേഗം നിശ്ചയിക്കണം. ഇന്ന് തന്നെ നാം പ്രശ്നവിചാരം നടത്താം മഹാരാജൻ. അങ്ങനെ തന്നെ ആവട്ടെ. മന്ത്രി മുഖ്യരെ, ക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം
നാം മന്ത്രി ഏൽപ്പിക്കുകയാണ്. അതിനാവശ്യമായ ക്ഷേത്രശില്പികളെയും കല്ലാശാരിമാരെയും കണ്ടെത്തി വരും സ്വർഗവാതിൽ ഏകാദശി നാളിന് മുൻപ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കണം. ഉത്തരവ് പ്രഭു. അങ്ങയുടെ നിശ്ചയം അടിയൻ പ്രാവർത്തികമാക്കിയിരിക്കും. ശേഷം കാര്യങ്ങൾ രാജ്യസഭ കൂടി ആലോചിക്കാം. കൽപ്പന പോലെ. മന്ത്രിമുഖ്യരെ, അങ്ങ് എന്ത് ധൈര്യത്തിലാണ് ക്ഷേത്ര നിർമ്മാണം സ്വർഗവാതിലെ ഏകാദശിക്ക് മുൻപ് പൂർത്തിയാക്കാമെന്ന് മഹാരാജാവിന് ഉറപ്പു നൽകിയത്? മഹാരാജാവ് ഭാവന ചെയ്യും പ്രകാരം ആദിനാരായണന്റെ ബൃഹത് ക്ഷേത്രം പൂർത്തിയാക്കണമെങ്കിൽ തുലോം കുറഞ്ഞത് 2-3 ആണ്ടുകൾ വേണമെന്നാണ് നമ്മുടെ നിഗമനം. നമ്മുടെ ശിരസ് നിലത്തുരുളുന്നത് കാണാൻ അങ്ങേക്ക് താല്പര്യമുണ്ടോ? മഹാരാജാവിന്റെ ക്ഷിപ്രകോപവും വാശിയും അങ്ങേക്ക് മറുള്ളതല്ലേ? മഹാരാജാവ് ഒന്ന് നിശ്ചയിച്ചാൽ അത് വ്യതിയാനപ്പെടുത്താൻ സാക്ഷാൽ ആദിനാരായണൻ തന്നെ അവതരിക്കേണ്ടി വരും. കർമ്മത്തിൻ്റെ ഉപകരണമാണ് ശരീരം, ഇച്ഛയുടെ കേന്ദ്രമാണ് മനസ്സ്. രണ്ടും ശുദ്ധമാക്കി വെക്കുന്നവൻ സിദ്ധൻ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ